ലീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട്. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. കേരളത്തിൽ ഡോക്ടർമാർ കരിദിനം ആചരിക്കും. അത്യാഹിത വിഭാഗം, അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള സേവനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് PG ഡോക്ടർമാർ. മമത സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തം. ഉത്തരാഖണ്ഡിൽ നഴ്സിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നു. ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. 70ാമത് ദേശീയ പുരസ്കാരത്തിന്റെ അന്തിമ പട്ടികയിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും. സംസ്ഥാനത്തെ അന്തിമ പട്ടികയിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും, മികച്ച നടിയാവാൻ ഉർവശിയും പാർവതി തിരുവോത്തും. ആടുജീവിതവും കണ്ണൂർ സ്ക്വാഡും തമ്മിൽ കടുത്ത മത്സരം. ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. തെരച്ചിൽ നടത്തുക ലോറി ഭാഗങ്ങളും കയറും കണ്ടെടുത്ത്. തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ. അർജുനെ കാണാതായിട്ട് 1 മാസം. വയനാട്ടിൽ ജനകീയ തെരച്ചിലിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. ഹോക്കി ഇതിഹാസം PR ശ്രീജേഷിന് ഇന്ന് ജന്മനാട്ടിൽ വരവേൽപ്പു. ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും കായിക പ്രേമികളും ചേർന്ന് സ്വീകരിക്കും. ആലുവ UC കോളേജിൽ പൗരസ്വീകരണം. ലാലിഗയിൽ ആദ്യ മത്സരങ്ങൾ സമനിലയിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് ഇന്ന് തുടക്കം. റെയിൽവേയുടെ അവഗണനയ്ക്കെതിരെ CITUവിന്റെ പ്രതിഷേധ മാർച്ച്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് CITU അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ അംഗം AV റസൽ ഉദ്ഘാടനം ചെയ്തു. വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്പാദ്യക്കൊടുക്ക നൽകി സെറിബ്രൽ പൾസി ബാധിതരായ കുരുന്നുകൾ. കൈരളി TV ഡയറക്ടർ VK മുഹമ്മദ് അഷ്റഫ് നടത്തുന്ന വളാഞ്ചേരി VKM സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പണം നൽകിയത്. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ മുൻനിർത്തി പുതിയ ഡാം വേണമെന്നാണ് കേരളത്തിന്റെ നിലപാടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. സമൂഹ മാധ്യമങ്ങളിലെ വാർത്തകൾ ഭീതി ജനിപ്പിക്കുന്നതാണെന്നും മന്ത്രി. ലോക് ബന്ധു രാജ് നാരായൺജി ആസാദി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച ക്രൈം റിപ്പോർട്ടിനുള്ള പുരസ്കാരം കൈരളി ന്യൂസ് ചീഫ് റിപ്പോർട്ടർ വിജിൻ വായാന്തോടും, മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം കൈരളി ന്യൂസ് ക്യാമറാമാൻ ബിച്ചു പൂവച്ചിലും ഏറ്റുവാങ്ങി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിപുലമായ വസ്ത്രശേഖരങ്ങളുമായി കലൂരിലെ ഖാദി ടവർ. നവീകരിച്ച ഖാദി ടവറിന്റെയും ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിന്റെയും ഉദ്ഘാടനം മന്ത്രി P രാജീവ് നിർവഹിച്ചു. ഖാദി ഓണം മേളയ്ക്കും തുടക്കമായി. ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-8 ഇന്ന് വിക്ഷേപിക്കും. വിക്ഷേപണം രാവിലെ 9:17 ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ദുരന്ത നിരീക്ഷണം, പാരിസ്ഥിതിക നിരീക്ഷണം എന്നിവ ദൗത്യലക്ഷ്യം. 3 പേലോഡുകൾ ഉള്ള ഉപഗ്രഹത്തിന് 1 വർഷമാണ് കാലാവധി. തിരുവനന്തപുരം മുട്ടത്തറയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. 32 വയസ്സുകാരൻ ഷിബിലാണ് കൊല്ലപ്പെട്ടത്. ക്രിമിനൽ കേസ് പ്രതിയാണ് ഷിബിലി. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ നിർമ്മിച്ചു നൽകാനുള്ള അദാലത്ത് ഇന്ന് നടക്കും. രാവിലെ 10 മണി മുതൽ വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് അദാലത്ത്. വിവിധ വകുപ്പുകളുടെ 12 കൗണ്ടറുകൾ അദാലത്തിൽ ഉണ്ടാകും. കോഴിക്കോട് +1 വിദ്യാർത്ഥിക്ക് നേരെ റാഗിംഗ്. പറമ്പിൽ ബസാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നേരെയാണ് +2 വിദ്യാർത്ഥികളിൽ നിന്നും മർദ്ദനം നേരിട്ടത്.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ലക്ഷദ്വീപിലെ ഹിൽസ ദീപശ്രീ അയൽക്കൂട്ടം. ചെത്ല ദ്വീപിലെ CPIM ലോക്കൽ കമ്മിറ്റി അംഗമായ സൈനുൽ ആബിദിന്റെ നേതൃത്വത്തിലാണ് സാമ്പത്തിക സഹായം കൈമാറിയത്. കേരള ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. വിഷ്ണുദാസൻ നഗറിൽ സംഘടിപ്പിച്ച ചടങ്ങ് CITU സംസ്ഥാന സെക്രട്ടറി NK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അപ്രൈസർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിച്ച് ഉടൻ നടപ്പിലാക്കാൻ സമ്മേളന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പതിനാറാമത് നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കണ്ണൂർ സ്വദേശി. സീനിയർ ബോയ്സ് മെയ്പയറ്റ് വിഭാഗത്തിലാണ് K ജിഷ്ണു സമ്മാനാർഹനായത്. വയനാടിന് കൈത്താങ്ങായി കേരള പ്രവാസി സംഘം എറണാകുളം ജില്ലാ കമ്മിറ്റി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ജില്ലാ സെക്രട്ടറി CE നാസർ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MU അഷ്റഫിന് കൈമാറി. ജില്ലാ പ്രസിഡന്റ് PN ദേവാനന്ദൻ അധ്യക്ഷനായി. തൃശൂർ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ വിതരണം ചെയ്തു. ബൂട്ട്, ഗ്ലൗസ്, ക്യാപ്പ്, മാസ്ക്, റെയിൻകോട്ട് തുടങ്ങിയവയാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിയിൽ UDF ഭരിക്കുന്ന ചേരാനല്ലൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് ഉപരോധിച്ച് നാട്ടുകാർ. പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം. പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന പോലീസിന്റെ ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു. കോട്ടയം പ്രസ് ക്ലബിന്റെ നിയുക്ത സെക്രട്ടറി ജോബിൻ സെബാസ്റ്റ്യന്റെ പിതാവ് KM ദേവസ്യ അന്തരിച്ചു. സംസ്കാരം ഇന്ന് കൂവപ്പള്ളി സെന്റ് ജോസഫ് പള്ളിയിൽ. വയനാടിന് കൈത്താങ്ങാവാൻ സ്നേഹസദ്യ ഒരുക്കി DYFI CS നഗർ യൂണിറ്റ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസമാഹരണാർത്ഥമാണ് പരിപാടി. ഓഗസ്റ്റ് 18 ഉച്ചയ്ക്ക് CS നഗറിൽ വെച്ചാണ് സ്നേഹസദ്യ. കരസേനയുടെ ഡോഗ് സ്ക്വാഡിലെ നായക് കെന്റിന് രാഷ്ട്രപതിയുടെ ധീരതാ പുരസ്കാരം. ഗോൾഡൻ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട കെന്റിന് മരണാനന്തര ബഹുമതിയാണ് പുരസ്കാരം. ഭീകരരെ തുരത്താനുള്ള സൈനിക നീക്കത്തിനിടെയാണ് കെന്റിന് ജീവൻ നഷ്ടമായത്. ടാഗോറിന്റെ കൈപ്പടയിൽ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ ചിത്രം പുറത്തുവിട്ട് നൊബേൽ പ്രൈസ് ഫൗണ്ടേഷൻ. ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് ഫൗണ്ടേഷൻ പരിഭാഷ പുറത്തുവിട്ടത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് 2 ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച കേരളത്തിലെത്തും. ഹൈക്കോടതിയിൽ നടക്കുന്ന ചടങ്ങിലും കുമരകത്ത് കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും പങ്കെടുക്കും. മാതാപിതാക്കളുടെ ശകാരത്തെ തുടർന്ന് ഉത്തർപ്രദേശിൽ 16 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. കൂടുതൽ സമയം വീഡിയോ ഗെയിം കളിച്ചതിന് മാതാപിതാക്കൾ ശകാരിച്ചതിൽ പ്രകോപിതനായാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശ് ബോർഡർ ഗാർഡിന് മധുര പലഹാരങ്ങൾ കൈമാറി ഇന്ത്യൻ ബോർഡർ ഗാർഡിംഗ് ഫോഴ്സ്. ജൽപായ്ഗുരി ചെക്ക് പോസ്റ്റിലെ ബംഗ്ലാദേശ് സുരക്ഷാ ജീവനക്കാർക്കാണ് മധുരം കൈമാറിയത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആർത്തവ അവധി പ്രഖ്യാപിച്ച് ഒഡീഷ സർക്കാർ. സർക്കാർ മേഖലയിലേയും സ്വകാര്യ മേഖലയിലേയും ജീവനക്കാർക്ക് അവധി ലഭിക്കും. ഒഡീഷ ഉപമുഖ്യമന്ത്രി പ്രവതി പരിധിയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ ഇക്കാര്യം അറിയിച്ചത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. കോഴിക്കോട് നിന്നും മസ്കറ്റിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് തിരിച്ചിറക്കിയത്. 150-ലധികം യാത്രക്കാരാണ് ദുരിതത്തിലായത്.
മണിപ്പൂർ സന്ദർശിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ച് സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി. എംപോക്സ് എന്ന മങ്കി പോക്സ് രോഗം 116 രാജ്യങ്ങളിൽ പടർന്നു കഴിഞ്ഞതായി റിപ്പോർട്ട്. ആഗോള രാജ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. കഴിഞ്ഞ വർഷത്തിനേക്കാൾ 160% രോഗവർധന. ഖത്തറിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഹമാസ്. എന്നാൽ മധ്യസ്ഥരുമായി ഹമാസ് പിന്നീട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് അധികൃതർ. ഗ്രീസ് തലസ്ഥാനമായ ഏഥൻസിന് സമീപം പെൻഡിലിയിൽ കാട്ടുതീ. നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലാണ് തീ ആളിപ്പടരുന്നത്. ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇസ്രായേൽ വംശഹത്യയിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,000 കടന്നതായി ആരോഗ്യ മന്ത്രാലയം. 16,000-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട്. പരിശീലനത്തിനിടെയുണ്ടായ അപകടത്തിൽ റഫേൽ യുദ്ധവിമാനങ്ങൾ തകർന്നു. അപകടത്തിൽ 2 പൈലറ്റുമാർ മരിച്ചതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി പർവ്വതേനി ഹരീഷ്. ന്യൂയോർക്കിൽ നടക്കാൻ പോകുന്ന UN ഉച്ചകോടിക്ക് മുന്നോടിയാണ് ഹരീഷിന്റെ നിയമനം. പാകിസ്ഥാനിൽ വിദേശ വനിത 5 ദിവസത്തോളം ക്രൂരപീഡനത്തിന് ഇരയായതായി റിപ്പോർട്ട്. ഇസ്ലാമാബാദിൽ ഒപ്പം താമസിച്ചിരുന്ന യുവാവാണ് പീഡിപ്പിച്ചതെന്നാണ് യുവതിയുടെ ആരോപണം. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും തിരിച്ചുവരവിൽ തീരുമാനം ഓഗസ്റ്റ് അവസാനമെന്ന് നാസ. ബഹിരാകാശ നിലയത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സ്റ്റാർ ലൈനർ തന്നെ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുമെന്നും നാസ. ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യ ഉത്സവ് ഫെസ്റ്റിവലിന് തുടക്കം. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സ്വൈഗ ഇന്ത്യ ഉത്സവ് ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ ഈ മാസം 20-ന് അവസാനിക്കും. ലോക കേരള സഭാംഗവും സാമൂഹിക പ്രവർത്തകനുമായ കുഞ്ഞമ്മദ് കൂരാച്ചുണ്ണിന്റെ അത്തിക്കയുടെ പ്രവാസം കഥാസമാഹാരം റിയാദിൽ പ്രകാശനം ചെയ്തു. പുസ്തക പ്രകാശനം കേളി കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച പരിപാടിയിൽ നടന്നു. കേളി ട്രഷറർ ജോസഫ് ഷാജി, റിയാദിലെ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ നജീം കൊച്ചുകലിങ്കിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓഗസ്റ്റ് 18-ന് കുവൈറ്റിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹ്യദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഹിമുക്രി ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യന്റെ ചുരുക്കെഴുത്താണ് ഹിമുക്രി. നവാഗതനായ PK ബിനു വർഗീസ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഹിമുക്രി. ആന്റണി വർഗീസ് നായകനായി എത്തുന്ന കൊണ്ടൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. ചിത്രം ഓണത്തിന് റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ട്. ഷെയ്ഡ്സ് ഓഫ് ലൈഫിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. പാമ്പും കയറും, വേനൽ, കളവ്, റൂഹ് എന്നീ 4 കഥകൾ കോർത്തിണക്കിയ ചിത്രമാണ് ഷെയ്ഡ്സ് ഓഫ് ലൈഫ്. ഹോട്ട്സ്റ്റാറിലെ 5ാമത്തെ മലയാളം സീരീസായ 1000 ബേബീസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. വിസ്മയിപ്പിക്കുന്ന കഥാപശ്ചാത്തലവും സസ്പെൻസും നിറഞ്ഞ ഈ സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസിന്റെ സ്ട്രീമിംഗ് ഉടൻ ആരംഭിക്കും.
മികച്ച പ്രേക്ഷക പ്രതികരണവുമായി മമ്മൂട്ടി ചിത്രം ബസൂക്കയുടെ ടീസർ പുറത്തിറങ്ങി. ആദ്യ 5 മണിക്കൂറിൽ തന്നെ ചിത്രം 1 മില്യൺ വ്യൂ ആണ് യൂട്യൂബിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. റിലീസിനൊരുങ്ങി ധനുഷ് ചിത്രം തീ. ചിത്രം സെപ്റ്റംബർ 14 വീണ്ടും തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 2012 തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് 3. പുതിയ ഹെയർ സ്റ്റൈൽ പരീക്ഷണവുമായി നടി നസ്രിയ നസീം. മുടി മുറിച്ച ചിത്രങ്ങൾക്കൊപ്പം നടി പങ്കുവച്ച അടിക്കുറിപ്പും വൈറലാണ്. മുടി മുറിച്ചതറിഞ്ഞാൽ ഉമ്മ തന്നെ കൊല്ലുമെന്നാണ് നസ്രിയ പറയുന്നത്. വിക്രമിനെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാൻ തിയേറ്ററുകളിൽ. ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ ഗംഭീര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. അതേസമയം സിനിമയുടെ ദൈർഘ്യവും നരേഷനും നെഗറ്റീവായി മാറിയേക്കുമെന്ന് റിപ്പോർട്ട്. എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ പുത്തൻ ഭാവത്തിൽ വായനക്കാരിലെത്തി വൺ ഇന്ത്യ. പുതിയ നീക്കത്തിലൂടെ ഐക്യം, തുറന്ന മനസ്സ്, അതിരുകളില്ലാത്ത അവസരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വൺ ഇന്ത്യ ഡിജിറ്റൽ മേഖലയിൽ നവീകരണം നടത്തുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ മികച്ച റീചാർജ് പ്ലാനുമായി BSNL പ്രീപെയ്ഡ് പ്ലാനുകൾക്കാണ് മികച്ച ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ അപ്ഡേഷനുമായി വാട്സ്ആപ്പ് ആനിമേറ്റഡ് സ്റ്റിക്കർ പ്ലാറ്റ്ഫോമായ ജിഫി ഇനി വാട്സ്ആപ്പിൽ ലഭ്യമാകും. ഇതോടൊപ്പം ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കായി കസ്റ്റം സ്റ്റിക്കർ മേക്കർ ടൂൾ അവതരിപ്പിച്ചു. ലോകത്തെ ഏറ്റവും വേഗമേറിയ ചാർജിംഗ് സാങ്കേതികവിദ്യ അവതരിപ്പിച്ച് റിയൽമി. 4 മിനിറ്റിൽ 0 നിന്ന് 100% ചാർജ് ചെയ്യാനാവുന്ന 320 വാട്ട് സൂപ്പർസോണിക് ചാർജ് സാങ്കേതികവിദ്യയാണ് റിയൽമി അവതരിപ്പിച്ചത്. കേരളത്തിലെ ആദ്യ റൂബി ക്രിയേറ്റർ അവാർഡ് സ്വന്തമാക്കി കണ്ണൂർ സ്വദേശികൾ. 50 മില്യൺ മറികടക്കുന്ന ചാനലുകൾക്ക് നൽകുന്ന കസ്റ്റം ക്രിയേറ്റർ അവാർഡാണ് KL ബ്രോ, ബിജു, ഋത്തിക് എന്ന ചാനലിന് ലഭിച്ചത്. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയുടെ വാസ്തുവിദ്യയ്ക്ക് ആദരവുമായി ഗൂഗിൾ ഡൂഡിൽ. രാജ്യത്തെ വിവിധയിടങ്ങളിലെ പരമ്പരാഗത വാതിലുകളെയും അതിൽ ഗൂഗിളിന്റെ 5 ഇംഗ്ലീഷ് അക്ഷരങ്ങളും ചിത്രീകരിച്ചതാണ് പ്രത്യേക ഡൂഡിൽ. ഇന്ത്യൻ വിപണിയിലേക്ക് ആദ്യ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എത്തിച്ച ഗൂഗിൾ പിക്സൽ 9 പ്രോ ഫോൾഡ് ഫോണാണ് അവതരിപ്പിച്ചത്. ഗൂഗിളിന്റെ ഏറ്റവും ഉയർന്ന വിലയുള്ള സ്മാർട്ട് ഫോണാണിത്. തൊള്ളായിരത്തിലധികം കഷണങ്ങളായി ചിന്നിച്ചിതറി ചൈനീസ് റോക്കറ്റ്. 18 ഇന്റർനെറ്റ് സാറ്റലൈറ്റുകളായി പോയ ഷാങ്ഹായ് സ്പേസ് കോം സാറ്റലൈറ്റ് ടെക്നോളജിയുടെ റോക്കറ്റാണ് ബഹിരാകാശത്ത് വെച്ച് തകർന്നത്. റൊമാനിയയിൽ നടന്ന ITF M15 ഫ്യൂച്ചേഴ്സ് ടൂർണമെന്റിൽ ടോപ്പ് സീസ് ഇയോണലിനെ പരാജയപ്പെടുത്തി മാനസ് ദാംനെ. തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണിതെന്ന് മാനസ്. ഹൈദരാബാദ് FCയിലെ അനിശ്ചിതത്വങ്ങൾ നീങ്ങുന്നു. ഹൈദരാബാദ് FCക്ക് പുതിയ ഉടമകളെ ലഭിച്ചതായി മാധ്യമപ്രവർത്തകൻ മാർക്കസ്. സച്ചിൻ ടെണ്ടുൽക്കറുടെയും എക്കാലത്തെയും മികച്ച ടെസ്റ്റ് റൺ വേട്ടക്കാരൻ എന്ന് മറികടക്കാൻ ഇംഗ്ലണ്ടിലെ ജോ റൂട്ടിന് കഴിയുമെന്ന് ഓസ്ട്രേലിയൻ ഇതിഹാസം റിക്കി പോണ്ടി. അടുത്തിടെ 12,000 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ട റൂട്ട് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന റൺ സ്കോറർമാരിൽ 7ാം സ്ഥാനത്താണ്.
കിലിയൻ എംബാപ്പയ്ക്ക് ഒരു സീസണിൽ 50-ൽ കൂടുതൽ ഗോൾ അടിക്കാനാകുമെന്ന് ആൻസലോട്ടി. റയലിന് വേണ്ടി ബൂട്ടണിഞ്ഞ താരം കഴിഞ്ഞ ദിവസം ഗോൾ അടിച്ചിരുന്നു. അമേരിക്കൻ ഫുട്ബോൾ ദേശീയ ടീമിന്റെ പുതിയ പരിശീലകനാകാൻ മറീഷ്യോ പോച്ചേനിറ്റോ. ആദ്യമായാണ് ഒരു ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ പോച്ചേനിറ്റോ ഒരുങ്ങുന്നത്. ബംഗ്ലാദേശിനെതിരായ 2 മത്സര ടെസ്റ്റ് പരമ്പരയിലും ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിക്കും. താരത്തിന് ബോൾഡർ ഗവാസ്കർ ട്രോഫിക്കായി താരത്തെ പൂർണ്ണ ഫിറ്റ്നസിൽ നിർത്താനാണ് ഇന്ത്യൻ ശ്രമം.